വലിയ ചെവിയുള്ള കുഞ്ഞൻ ഗപ്പിയാണ് ഇന്ന് നമ്മുടെ ഫാമിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. അതായത് ഷോർട്ട് ബോഡി ചില്ലി മുസൈക് ബിഗിയർ. നമ്മുടെ സുഹൃത്ത് ഫസലിൻ്റെ ഫാമിലാണ് ഇപ്പോൾ ഈ സാധനം ഉള്ളത്. അപ്പോൾ അവൻ്റെ ഫാമിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫസലിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. മുമ്പ് നമ്മൾ ഗപ്പി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കൊറിയർ അയക്കേണ്ട സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ കൊറിയറിന് പാക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ പറയുന്ന ഈ സുഹൃത്ത് ഫസലാണ്. അപ്പോൾ ഫസലിൻ്റെ ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് ഫസലിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ടുള്ള നമ്മളെ ഷോർട്ട് ബോഡി ചില്ലി മുസൈക്കിനെ കാണാം. അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് 2-3 പേര് നമുക്ക് എടുക്കും വേണം. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഫസലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പ് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഗപ്പി കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫസൽ ഫാം റീസെറ്റിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഇവിടെ താറാവുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ചെടികൾ, അതുപോലെ തന്നെ നമ്മുടെ പശു ഉണ്ട്, പിന്നെ പോത്ത്, ഇങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഫാം ചെയ്യുന്ന ആൾ തന്നെയാണ് ഫസൽ. നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഷോർട്ട് ബോഡി ചില്ലി മുസൈക്ക് ബിഗിയറാണ്. അപ്പോൾ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കിനെയും അതുപോലെ തന്നെ നമുക്ക് എടുക്കാനുള്ള സ്റ്റോക്കിനൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് കാണാം. ഇത് ഫുൾ റെഡാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന പോലെയല്ല, ഫസൽ ഒന്നും കൂടി സെറ്റപ്പ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ബ്രീഡിങ് കേജൊക്കെ വെച്ചിട്ട് നല്ല രീതി തന്നെയാണ് ഫസൽ ഇവിടെ ചെയ്യുന്നത്. കുറേ കാലത്തെ എക്സ്പീരിയൻസും ഗപ്പി ഫാമിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഫുൾ റെഡ് കുഴപ്പമില്ല. ഫുൾ റെഡ് ഇപ്പോൾ കൊടുക്കാനില്ല എന്ന് പറഞ്ഞത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ഇവിടെ തൊട്ടുപുറത്തെ ടാങ്കിലായിട്ടാണ് നമ്മൾ എടുക്കാൻ വന്ന ചില്ലി മുസൈക്ക് ബിഗിയർ ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഷോർട്ട് ബോഡി ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്ന് കുറച്ച് എണ്ണത്തിന് നമ്മൾ വേറെ മാറ്റിയിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിലൊന്ന് വീഡിയോ പകർത്താനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൂഡ് സ്റ്റോക്കിനെ തന്നെ നമുക്ക് ആദ്യം കാണാം. ഇവിടെ ഉണ്ട്. ഫസൽ ബ്രോ, ഇപ്പോൾ ഈ ബിഗിയർ ഗപ്പിക്ക് പൊതുവെ സ്ഥിരമായിട്ട് ഗപ്പി ഫാമിങ്ങിൽ മാർക്കറ്റ് കിട്ടുന്നുണ്ടെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞേക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണ്? അതിൻ്റെ പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിൻ്റെ ഇയർ ക്വാളിറ്റി, കളറ്, ഇതൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരാൾക്കും ഇപ്പോൾ ഇന്ന് ആരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇയറൊക്കെ ഉള്ള ഗപ്പീസിനോടാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ബിഗിയർ ഗപ്പികൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ളത്. കാരണം ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നൊരു ഗപ്പി 2 വെറൈറ്റികളാണ്, പ്ലാറ്റിനം റെട്ടൽ ബിഗിയറും ചില്ലി മൊസൈക്ക് ഡംബോയറും. ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇയർ കൊണ്ടും കളർ കൊണ്ടും ഒക്കെ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഇനിയും കുറേ കാലം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭംഗി വേറെ ഒന്നിനും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് അവർക്ക്. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ആണോ ഈ ബിഗിയർ ഗപ്പി? തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് പറ്റിയ ഒരു ഐറ്റം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതൊരു വലിയൊരു കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇയർ ഗപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഗപ്പിക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുട്ടികളെ കിട്ടും. നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഫീഡും കാര്യവും, പ്രത്യേകിച്ച് നമ്മൾ തീറ്റയിൽ കുറച്ച് കൂത്താടിയൊക്കെ ഈവനിങ് ടൈമിൽ കൂത്താടിയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കുട്ടികളെ കിട്ടും. അപ്പോൾ നമുക്കൊരു ബെനിഫിറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഗപ്പി ഫാമിൽ നിന്ന് അധികം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമുക്ക് കുട്ടികളാണ് നമുക്ക് അധികം വേണ്ടത്. അത് ഈ ഗപ്പി നല്ല രീതിയിൽ തരുന്നില്ല. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊരു വിജയമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ഇയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പല സ്ഥലത്തും നമ്മൾ ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ ഫാമിൽ തന്നെ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ചില ഗപ്പികൾക്ക് നല്ല ഇയർ ഉണ്ട്, പക്ഷേ ഇയർ ഇപ്പോൾ നിങ്ങളുടെ ഫാമിൽ കണ്ട ഇയറിൻ്റെ കളർ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ടിപ്സോ വേറെ കാര്യങ്ങളൊന്നുമില്ല? അതിന് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൂഡിനെ തിരഞ്ഞെടുക്കുക. അതായത് നമ്മൾ ഈ ഇയർ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ ഗപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രൂഡിനെ നമ്മൾ ഒരു പെയറുമ്പോൾ കുറച്ച് പൈസ കൂടിയാലും നമ്മൾ അതിനെ തിരഞ്ഞെടുക്കാൻ നോക്കുക. കാരണം നമുക്കതാണ് മെച്ചം ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഐറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% അതിന് ഇയർ ഇറങ്ങുന്ന ഒരു ഐറ്റം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ബ്രൂഡിനെ തിരഞ്ഞെടുക്കുക. അതുപോലെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ലൈഫ് ഫീഡ് കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫീഡ് ചെയ്യുന്നത് ആർട്ടീമിയാണ് ഞാൻ 2 ടൈം ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വളർച്ചയും കാര്യം ഇപ്പോൾ അവർക്ക് കാണുന്നുണ്ട്. അതങ്ങനെയുള്ള തീറ്റകൾ. അതുപോലെ കൂടുതൽ സ്പേസ് കൊടുക്കുക. മെയിലിന് കൂടുതൽ സ്പേസ്. നമ്മൾ ഇപ്പോഴും സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും. സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിലും അല്ലാതെ വളർത്തുകയാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രിഡ്ജ് ബോക്സിലൊക്കെ നമ്മൾ പരമാവധി നമ്പർ കുറച്ചിട്ട് ഇടാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ സ്പേസ് ഉണ്ടാകും. അതുപോലെ വെള്ളത്തിൻ്റെ ഹൈറ്റ് പകുതിയാക്കുക. ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് ലെവലിലൊക്കെ വെള്ളം നിർത്തിയാൽ മതി. പിന്നെ വാട്ടർ ചേഞ്ചിങ് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇയർ ക്വാളിറ്റിയിൽ ഈ ഗപ്പിനെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഫസൽ ഭായി നമുക്ക് ബ്രൂഡ് സ്റ്റോക്കിനെ തരില്ല എന്ന് പറഞ്ഞു.
നമ്മൾ കുറേ ചോദിച്ചു നോക്കി, തരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അവസാനം ബ്രൂഡ് സ്റ്റോക്കിനോട് കെട്ട പിടിക്കുന്ന കുഞ്ഞുങ്ങളെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയുള്ളത് കേട്ടോ. നോക്കി ഇതാ, ഇത് 2.5 മാസം. ഇയർ ക്വാളിറ്റിയും കളറും ഒരുപാട് വരാനുണ്ട്. ഇയർ ക്വാളിറ്റിയും കളറൊക്കെ ഇനിയും വരുന്നതാണ് ഫസൽ ഭായ് പറയണത്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് 3 ഫീമെയിലും 2 മെയിലും ഉണ്ട്. അപ്പോൾ ഒരു മെയിലിനും കൂടി ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഫീമെയിൽ നമ്മൾ കൂടുതൽ നോക്കിയിരുന്നു, പക്ഷേ കിട്ടാനില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സാധനം ഇല്ല എന്നാണ് പറഞ്ഞത്, ഈ സാധനം. അപ്പോൾ അത് കുറച്ചും കൂടി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഏകദേശം ഫസൽ ഭായ് എത്ര, 1 മാസമാണ് ഇത് ഇനി സെയിലിനാവണമെങ്കിൽ? 1 മാസത്തിനുള്ളിൽ വീണ്ടും സെയിലിനാവും. 1 മാസം അല്ലേ? 1 മാസത്തിനുള്ളിൽ വീണ്ടും സെയിലിനാവുന്ന പറയുന്നത്. ഞാൻ ഫസൽ ഭായ് നമ്പർ താഴെ കൊടുക്കണമെന്ന് പ്രശ്നമുണ്ടോ? ഓക്കെ, ഫസൽ ഭായുടെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫസൽ ഭായെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ എടുത്തിട്ടുണ്ട് 3 മെയിലും 3 ഫീമെയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ഫാമിൽ പോയിട്ട് ടാങ്ക് സെറ്റ് ചെയ്യാനും അതിലേക്ക് ഇറക്കി വിടാനുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു കുറവുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ സൈഡിലേക്കുള്ള റൂഫ് വർക്ക് താൽക്കാലികമായിട്ട് ചെയ്യേണ്ട, നല്ല രീതിയിൽ തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ റൂഫ് വർക്കിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിനാണ്. പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നാളേറ്റ കയറ്റണം എന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലക്സ് നമുക്ക് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഫ്ലക്സുകളൊക്കെ ഹോൾ ഉണ്ടായിരിക്കും. അത് കാരണമാണ് നമ്മൾ ഫ്ലക്സ് ചെയ്യാത്തത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫ്ലക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്യണം. നമ്മുടെ റൂഫിനുള്ള ഫ്രെയിം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ ചില്ലി മുസൈക്ക് ബിഗ് ഗിയർ ഷോർട്ട് ബോഡി ആക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ ആണ് കിടക്കുന്നത്, ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടാങ്ക് കാലിയുണ്ട്. ഇതിൽ കുറച്ച് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ മാറ്റിയിട്ട് ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഇത് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ കിടന്നിരുന്ന ടാങ്കാണ്, കുഴപ്പമില്ലാത്ത ടാങ്കാണ്, വെള്ളം കുഴപ്പമില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ പടിത്തട്ടിൽ കുറച്ച് അഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ പഴകിയ വെള്ളമായതുകൊണ്ട് തന്നെ ഈ വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. ഈ വെള്ളത്തിൻ്റെ അടിത്തട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ വെള്ളം കുറച്ച് നിറച്ചിട്ട് കുറച്ച് കല്ലുപ്പും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലാണ് നമ്മൾ ചില്ലി മുസൈക്കിനെ ഇറക്കിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാങ്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മുടെ ടാങ്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടില്ല, നമ്മുടെ ഗപ്പികളെ നമ്മൾ എന്ത് ചെയ്യണം, ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടാങ്കിൽ ഇതാ കുറച്ച് നേരം ഇറക്കി വെച്ച് കൊടുക്കണം. കുറച്ച് നേരം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഈ ടാങ്കിൻ്റെ അടിത്തട്ടുന്ന വേസ്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം നമ്മൾ കുറച്ച് വെള്ളം അഡീഷണൽ ആഡ് ചെയ്യും ചെയ്ത്, ഈ വെള്ളം ടാങ്ക് മൊത്തമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല, പ്ലാന്റ്സ് ആയി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാലും ഒരു 10 മിനിറ്റായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം, എന്നിട്ട് തുറന്നു വിടാം. നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഇവരൊന്ന് തുറന്നു വിടാനുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവരൊന്ന് തുറന്നു വിടാം.